ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനിയാണ് കാണിക്കുന്നത്. വിഘ്നേശ്വര ഭഗവാനെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ഭഗവാനെ, കേൾക്കേണ്ട വാർത്ത കേൾപ്പിച്ചതിന് എല്ലാ ഭഗവാന്മാർക്കും നന്ദി എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയെയും ജാനകിയുമാണ്. അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക. ജലജയ്ക്കാണെങ്കിൽ മനസ്സ് നിറയെ കുശുമ്പും ദേഷ്യമൊക്കെ കയറുക. കേൾക്കാൻ പാടില്ലാത്ത വാർത്തയാണ് ജലജ കേട്ടതേ. അതുകൊണ്ട് എന്തൊരു കഷ്ടമാണ്. അവൾക്ക് എന്തായാലും മാരകമായ രോഗം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ട വാർത്ത ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദേവയാനി വരിക. ദേവയാനി കണ്ടതും ഏട്ടത്തി എന്താ ഈ സമയത്ത് പൂജാമുറിയിൽ നയന ഗർഭിണിയായതിന്റെ സന്തോഷത്തിന് പ്രാർത്ഥിക്കാൻ പോയതാണോ? അതെ, സന്തോഷമല്ലേ പിന്നെ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിച്ച കാര്യം നടന്നിരിക്കുന്നേ. അപ്പൊ പിന്നെ സന്തോഷത്തോടെ ദൈവങ്ങൾക്ക് നന്ദി പറയണ്ടേ എന്നും പറഞ്ഞ് ദേവയാനി ഇങ്ങനെ നിൽക്കുക. ഈ സമയം അനി വരിക. അനി വന്നതും അനിയുടെ കയ്യിൽ സ്വീറ്റ് ബോക്സും ഉണ്ട്. അതെ, എല്ലാരും ഇത് പിടിച്ചേ. അപ്പൊ നീ നേരത്തെ അറിഞ്ഞായിരുന്നു മോനെ നയന ഗർഭിണിയാണെന്നുള്ള കാര്യം? ഞാൻ അറിഞ്ഞായിരുന്നു അമ്മേ, അതുകൊണ്ടാ സ്വീറ്റ് മേടിച്ചുകൊണ്ട് വന്നത്. ഇതേ 2 സന്തോഷത്തിന് വേണ്ടിയാ. 2 ലഡു എടുത്തോ. അതെന്താ 2 സന്തോഷം? ഒന്ന്, ഏട്ടത്തി അമ്മയാകാൻ പോകുന്നുണ്ട്. രണ്ടാമത്തത്, ബിസിനസ്സിൽ ഞാൻ വിജയിച്ചതുകൊണ്ട് എന്നും അനി. അത് കേട്ടതും എടാ, ബിസിനസ്സിൽ നീ വിജയിച്ചതുകൊണ്ട് നിനക്ക് നല്ല ഒരു ലാഭത്തുക ഞാൻ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അത് കേട്ടതും അതൊന്നും വേണ്ടായിരുന്നല്ലോ ഏട്ടാ. അങ്ങനെ നീ പറയണ്ട. ഇവിടുത്തെ രീതി എന്താ? പണ്ടുകാലം മുതലേ ബിസിനസ്സിലുണ്ടാക്കിയ ലാഭത്തിന്റെ ഒരു വിഹിതം നമുക്കുള്ളതാ. അത് നിനക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് നിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ. അത് കേട്ടതും നമ്മുടെ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ജലജ, എല്ലാം അവന് മാത്രം എല്ലാം കൊടുക്കും. എൻ്റെ മോനെ ഒന്നുമില്ല. എന്ത് ചെയ്യാനാ, ഞങ്ങൾക്കൊരു അവസരം വരും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക. ഈ സമയം മുത്തശ്ശി വരിക. മുത്തശ്ശി, ദേ ഈ ലഡു എടുത്തേ. ഒരെണ്ണം മുഴുവൻ എടുക്കണമെന്ന് ഞാൻ പറയില്ല. പകുതി എടുത്തിട്ട് പകുതി മുത്തശ്ശിന് കൊടുത്തേരെ. അയ്യോ അമ്മ ലഡു ഒന്നും കഴിക്കണ്ട എന്നും ദേവയാനി. അത് കേട്ടതും ഞാൻ കഴിക്കും. ഇന്നത്തെ ഈ സന്തോഷത്തിൽ ഈ മധുരം കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ അങ്ങ് വന്നോട്ടെന്നേ. ഇങ്ങ് താടാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ലഡു മേടിച്ച് കഴിച്ചുകൊണ്ട് നമ്മുടെ മുത്തശ്ശി നയനെ അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്താനും ആദർശിന്റെ ബിസിനസ് മുന്നോട്ട് നോക്കി നടത്താനും നല്ലൊരു ആൺകുട്ടി തന്നെ ജനിക്കട്ടെ എന്ന്. അത് കേട്ടതും അപ്പം മുത്തശ്ശിക്കും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടല്ലേ? മുത്തശ്ശി, ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളാണ് കൂടുതൽ നന്നായിട്ട് എല്ലാം നോക്കി നടത്തി ചെയ്യുന്നത്. മിടുക്കികളായിട്ടാ പെൺകുട്ടികൾ ബിസിനസ്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതറിയാതെയാണോ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞത്? അതല്ല മോനെ, ഞാൻ വെറുതെ ഒരു ഇതിൽ പറഞ്ഞേ ഉള്ളൂ. ആരായാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. നല്ലൊരു കുഞ്ഞാവ കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ നിൽക്കുക. അല്ല, അങ്ങനെ ഒരു ടെൻഷൻ വേണ്ടല്ലോ അമ്മേ. അബിയുടെ മോൻ ആൺകുട്ടിയല്ലേ, പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഞങ്ങൾക്ക് പേടി. കാരണം ഈ കുടുംബത്തിലെ കുട്ടി, അത് നവ്യയുടെ കുട്ടിയാണെങ്കിലും അവന്റെ അച്ഛൻ അബിയാണല്ലോ. അതുകൊണ്ട് വളർന്നു വലുതായി കഴിയുമ്പോൾ അവൻ്റെ അച്ഛൻ്റെ അതേ സ്വഭാവത്തിൽ വളരുന്നത് കൊണ്ട് ഒരിക്കലും അവന് ബിസിനസ്സുകളൊന്നും കൊടുക്കാൻ പറ്റില്ല. എന്തായാലും ഇനിയിപ്പോൾ ആൺകുട്ടി ജനിച്ചാലും പെൺകുട്ടി ജനിച്ചാലും കുടുംബത്തിൻ്റെ അഭിമാനം നയനയുടെ കുഞ്ഞ് തന്നെയായിരിക്കും. അത് കേട്ടതും നമ്മുടെ ജലജ, പുകഴ്ത്തിക്കോ. എൻ്റെ മോനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്നാ പറയുന്നേ. എല്ലാത്തിനും ഞാനൊരു ഉപകാരം ഉണ്ടാക്കിക്കോ എൻ്റെ മോനെ കൊണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ പോലെ കാൽക്കല്ലിൽ വന്ന് വീഴും. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നോ ദേവയാനി? നിനക്കറിയാലോ, നിനക്ക് വേണ്ടി കരൾ പകത്തു നൽകിയ നിന്റെ മരുമോള നയനമോള്. ആ അവസരം നിനക്ക് നന്നായിട്ട് മുതലെടുക്കാൻ പറ്റിയ സമയമായത്. ഈ സമയത്ത് നയനയെ ഉള്ളം കൈ കൊണ്ട് നടന്ന് നോക്കിക്കോണം, പൊന്നുപോലെ നോക്കിക്കോളണം. കാരണം എന്താണെന്നറിയാലോ, നിനക്ക് കരൾ തന്ന് സഹായിച്ച നിന്റെ മരുമകളെ നിനക്ക് സഹായിക്കാൻ കിട്ടിയ ഒരു അവസരം നീ പാഴാക്കരുത്. അമ്മായിയമ്മ മരുമോളെ പൊന്നുപോലെ നോക്കുന്നതിലാണ് കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ സന്തോഷവും തൃപ്തിയൊക്കെ. അതറിയാലോ. അത് പിന്നെ പ്രത്യേകം പറയുന്നത് കൊണ്ടാ സങ്കടം. എൻ്റെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കും. അതിനി എന്നോട് ആരും പറയേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നയനയുടെ അടുത്ത് ചെന്ന് നയനയുടെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ദേവേനെ നയനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഇതൊക്കെ കണ്ടുകൊണ്ട് ജലജ സന്തോഷത്തോടെ നിൽക്കുക. ജാനകി സന്തോഷത്തോടെ നിൽക്കുക. ഈ സമയം ജലജ, കുഞ്ഞ് ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും ഒരു സന്തോഷം ഈ വീട്ടിലുണ്ടാവില്ലായിരുന്നു. എന്തൊരു സന്തോഷമാണ്. എല്ലാവരും കൂടെ ആർഭാടായിട്ട് സന്തോഷിക്കുമല്ലേ? സന്തോഷിച്ചോ. പക്ഷേ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കും. എൻ്റെ മോനെ വെറും പുറമ്പോക്കാക്കിയ ഈ കുടുംബത്തിൽ എല്ലാവരെയും ഞാനൊരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവീനെയാണ്. നവീൻ ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആരെക്കുറിച്ച് ആലോചിക്കുന്നതെന്നും അറിയില്ല. ഭയങ്കര ആലോചനയാണ്.
നല്ല സന്തോഷമുണ്ട്. ആ ആലോചനയിലൊക്കെ നല്ല ചിരിയും കാണും. ഗുമസ്തൻ അങ്ങോട്ട് വരാം. അല്ല, 2-3 ദിവസമായി ഞാൻ നോക്കുന്നു. എന്താ ഈ ആലോചിച്ചിരിക്കുന്നേ? കുറേ ദിവസമായല്ലോ ഈ ആലോചിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഇത്ര ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ മാത്രമുള്ള കേസൊന്നും നമുക്ക് വന്നിട്ടില്ലല്ലോ. എന്തേലും പ്രശ്നമുണ്ടോ? എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറ, മുത്തശ്ശനോട് പറയാം. എനിക്കൊരു പ്രശ്നവും ഇല്ല. പിന്നെ എന്താ പറ്റിയേ? ഒന്നുമില്ല. അല്ല, ഇടക്ക് ചിരിക്കുന്നു, ഇടക്ക് ചിന്തിക്കുന്നു. ഇനി മനസ്സിലേതെങ്കിലും പെൺകുട്ടികളാണോ? അത് കേട്ടതും നമ്മുടെ അത് ഇങ്ങനെ വക്കീലിങ്ങനെ നോക്കുക. പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, അതാരാണെങ്കിലും ഞാൻ മുത്തശ്ശനോട് പറഞ്ഞ് നോക്കിയാക്കാം. അത് വേണ്ട. എൻ്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ മുത്തശ്ശനോട് ധൈര്യമായിട്ട് പറഞ്ഞ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ, എൻ്റെ കല്യാണം നടത്താനും എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. അല്ലാതെ ഒരു സഹായിയുടെ ഇടനിലക്കാരൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. അത് കേട്ടതും എന്നാ പിന്നെ കൊച്ചുമോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് ചെയ്തോ. മുത്തശ്ശൻ്റെ മനസ്സിൽ എന്താണെന്നും കൊച്ചുമോൻ്റെ മനസ്സിൽ എന്താണെന്നും നമുക്കറിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് പോവുക. എൻ്റെ മനസ്സിൽ കടന്നുകൂടിയവൾ എന്നും പറഞ്ഞുകൊണ്ട് നവീൻ ഇങ്ങനെ ആലോചിക്കുക. ഒന്ന് കോളേജിൽ വെച്ച് 2 പെൺകുട്ടികൾ നടന്നു വരുന്ന സമയത്ത് 2 വില്ലന്മാർ, അതായത് 2 ജൂനിയർ പിള്ളേർ നടന്നു വരുമ്പോൾ സീനിയർമാർ 2 പേര് ഇരുന്നിട്ട് അവരെ ഒരുപാട് റാഗിങ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഈ സമയത്ത് ആ പെൺകുട്ടികൾ പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കും പുറകിൽ നിന്നും ഒരാൾ വന്നൊരു ഒറ്റ ചവിട്ട് ആ സീനിയർ പയ്യന്മാരെ ചവിട്ടിയതും പയ്യന്മാർ 2 പേരും തെറിച്ചു പോയി വീണു. ആ സമയത്ത് തെറിച്ചു പോയി വീണതും നമ്മുടെ ആ ജൂനിയർ പെൺകുട്ടികൾ 2 പേരും നോക്കുക, ആരാ ഇത്ര സ്ട്രോങ് ആയിട്ട് അവരടിച്ചതെന്ന്. അത് ഏത് ഹീറോയാന്ന്. പക്ഷേ അത് ഹീറോ ആയിരുന്നില്ല, ഹീറോയിനി ആയിരുന്നു. അതെ, നമ്മുടെ നന്ദുവിൻ്റെ അടി കൊണ്ടതും ആ 2 പേരും തെറിച്ചു പോയി വീണത് കൊണ്ട് 2 പെൺകുട്ടികളും നല്ല ഞെട്ടലോടുകൂടെ തന്നെയാണ് നോക്കി നിന്നത്. എന്താടാ ജൂനിയർ പിള്ളേരെ റാഗിങ് ചെയ്യാതെ ഈ കോളേജിൽ നിനക്കൊക്കെ പഠിക്കാൻ പറ്റില്ലേ? ഇന്നത്തെ കാലത്ത് എന്തൊരു കഷ്ടമായത്. ഈ റാഗിങ് കാരണം എത്ര പേര് മരിച്ചു പോയിട്ടുണ്ടെന്ന് നിനക്കൊക്കെ അറിയാമോടാ? ഞങ്ങൾ നിങ്ങളെ നോക്കിയില്ലെങ്കിൽ, നിങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ജൂനിയർ പിള്ളേർക്ക് ഇവിടെ പഠിക്കാൻ പറ്റില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ചേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്ന് പഠിച്ചോളാം. ഇല്ലെങ്കിൽ ജൂനിയർമാരാരാന്ന് നിങ്ങളെ കാണിച്ചു തരും. എല്ലാ ജൂനിയർമാരും ഒരുപോലെ ഇരിക്കില്ല. നിന്നെ ഞങ്ങൾ നോട്ടം ഇട്ട് വെച്ചിരിക്കുവായിരുന്നടി എന്നും പറഞ്ഞ് നന്ദുവിന് നേരെ കൈനീട്ടുക. ആ സമയം നന്ദു, എന്നാ പിന്നെ ആ നോട്ടം ഇന്ന് തന്നെ അങ്ങ് അവസാനിപ്പിച്ചേക്കാടാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ഒറ്റ ചവിട്ട് കൊണ്ടത് അയാൾ ഒരു കമ്പിയുടെ ഇടയിലേക്ക് പോയി. ആ കമ്പിയുടെ ഇടയിൽ കൂടെ അയാളുടെ തല വലിച്ചെടുത്ത് നന്ദു വളച്ചു പിടിച്ചിട്ട് നെഞ്ചിനിട്ട് കുത്തുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെയോ ഈ കോളേജിലുള്ള ജൂനിയർ പിള്ളേരെയോ നോട്ടം ഇട്ട് എന്തെങ്കിലും ചെയ്ത് അവരെ വേദനിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ തൻ്റെ കാര്യം പിന്നെ ഇവിടെ തൻ്റെ വീട്ടിലകത്ത് തൻ്റെ അമ്മയ്ക്കും അച്ഛനും കർമ്മം ചെയ്യാൻ പോലും ഞാൻ പൊടി ബാക്കി വെക്കില്ല, മനസ്സിലായോടോ എന്നും പറയുക. ഇത് കേട്ടതും എടി എന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും ഒരുത്തിന് അടിക്കാൻ പോവാ. അവൻ മരുന്നത് കണ്ടത് നന്ദു തിരിഞ്ഞൊന്നൊരു ഒറ്റ അടി. അതെ, ആണാണെങ്കിലും തെറിച്ചു പോയി വീണു. നന്ദുവിൻ്റെ അടിയുണ്ട്. ഈ അടിയൊക്കെ കണ്ടുകൊണ്ട് എല്ലാവരും അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുക. പക്ഷെ അതിനിടയിൽ ഈ അടിയെല്ലാം ആസ്വദിച്ച് ഈ അടിക്കുന്ന ആളെ വലിയ ആരാധിച്ച് മനസ്സിലിട്ട് ഒരാൾ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇനി മേല പെൺകുട്ടികളെ ചുംബിക്കാനോ അവരുടെ ദേഹത്ത് കൈവയ്ക്കാനോ നിന്ന നിന്റെയൊക്കെ കയ്യും കാലും തല്ലി ഓടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കും ഞാൻ, മനസ്സിലായോടാ എന്നും പറഞ്ഞുകൊണ്ട് അടിയോടടിയ. ഈ സമയം നന്ദു, നിങ്ങളൊക്കെ ഇങ്ങനെ പേടിക്കരുത്. പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെയൊക്കെ അഹങ്കാരം അങ്ങ് അവസാനിക്കും. ഇങ്ങനെ പ്രതികരിക്കാതെ നിൽക്കുമ്പോഴാണ് ഇവന്മാരൊക്കെ തലേ കയറുന്നത്. നമ്മളെന്തിനാ പേടിക്കുന്നത്? നമ്മളെപ്പോലെ തന്നെ ജൂനിയർമാരായിട്ട് തന്നെയല്ലേ ഇവന്മാര് സീനിയർ ആയത്. അതുകൊണ്ട് ഇനി കോളേജിലെ റാഗിങ് ഒക്കെ കണ്ട് പേടിക്കുന്ന കാലം ഒന്ന് മാറി, മനസ്സിലായല്ലോ. ഇനി എല്ലാവരെയും കണ്ട് പേടിച്ചു നിൽക്കാതെ ഇതുപോലെയുള്ളവന്മാരോട് എതിർത്ത് നിൽക്കാൻ പഠിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെ പോലുള്ളവർ പേടിച്ച് നിൽക്കുമ്പോഴാണ് ഇവന്മാരുടെയൊക്കെ ഗുണ്ടായുസം കൂടുന്നത്. നമ്മൾ പേടിച്ചും ആത്മഹത്യ ചെയ്തും എന്തെങ്കിലുമൊക്കെ കടുങ്കൈ ചെയ്തു കഴിഞ്ഞാൽ പോകുന്നത് നമ്മുടെ കുടുംബക്കാരിക്കായിരിക്കും. അത് മാത്രമല്ല, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇവന്മാരെ പോലുള്ളവന്മാരെയൊക്കെ ജയിലിൽ പിടിച്ചിട്ടിട്ട് 2-ാം ദിവസം ജാമ്യത്തിൽ വിടുന്ന കോടതിയും പോലീസും നിയമവും ഒക്കെയാണെന്ന് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവന്മാരെ പോലുള്ളവരൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഇനി ഒരിക്കലും പേടിക്കരുത്, കേട്ടോടാ പറഞ്ഞത്. ഇനി മേലെ റാഗിങ്ങെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അറിയാലോ, കരാട്ടയും കളരിയൊക്കെ അറിയാം എനിക്ക്. അതുകൊണ്ട്
എന്താ സംഭവിക്കുന്നതെന്ന് പിന്നെ ഞാൻ പറഞ്ഞു തരണ്ട. ശ്വാസം എടുക്കാനേ ഇത്തിരി ബുദ്ധിമുട്ടും, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങ് പോവുക. ആ അടി കണ്ട് ആസ്വദിച്ച് അതൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നവീൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതേ പ്രേക്ഷകരെ, നവീന്റെ മനസ്സിലേക്ക് കടന്നു വന്ന പെൺകുട്ടി മറ്റാരുമല്ല, നമ്മുടെ നന്ദു തന്നെയായിരുന്നു. ഇതനിക്ക് വീണ്ടും ഒരു വെല്ലുവിളിയാണ്. അതെ, പണ്ട് മുതലേ നവീന് നന്ദുവിനോട് ചെറിയൊരു ആരാധന ഉണ്ടായിരുന്നു. ഇത് ഇന്നിപ്പോ അത് കൂടി വന്നു. അപ്പോൾ നവീൻ ആലോചിക്കുക, പണ്ട് മുതലേ ഞാൻ അവളുടെ ആരാധകനാ. പക്ഷേ ആ ഇഷ്ടം മനസ്സിൽ കിടന്ന് പ്രേമമായി മാറുമെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. അതിപ്പോൾ വലിയ പ്രേമമായി മാറിയിരിക്കുക. അത് കഴിഞ്ഞ ദിവസം അവളുടെ നിശ്ചയ സമയത്ത് ഞാനത് ശരിക്കൊന്ന് ശ്രദ്ധിച്ചത്. അന്ന് അവൾ ആ സിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന ആ സീൻ എന്ത് രസമായിരുന്നു കാണാൻ. എന്തായാലും ഞാൻ ഒരുപാട് സന്തോഷത്തില. അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. നന്ദുവിന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. നന്ദുവിൻ്റെ കുടുംബവും നല്ലതാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നവീൻ ഇങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ കോളിംഗ് ബെല്ലടിക്കുക. കോളിംഗ് ബെല്ലടിച്ചതും അനിയാണ് കാണിക്കുന്നത്. അപ്പോൾ നവീൻ്റെ അമ്മ, ആഹാ മോനായിരുന്നോ? ഞാൻ പേടിച്ചു പോയി, ആരാന്ന് വിചാരിച്ചു. അല്ല, എന്താ മോനെ? അതെ, വീട്ടിലൊരു വിശേഷം ഉണ്ടാൻറ്റി. എന്താ മോനെ? അത് ഏട്ടത്തി അമ്മയാകാൻ പോവാ, എൻ്റെ ഏട്ടനും അച്ഛനും. അത് കേട്ടതും അത് സന്തോഷമുള്ള കാര്യമാണല്ലോ. നയനയ്ക്കൊരു കുഞ്ഞില്ല എന്ന് ദേവയാനി എപ്പോഴും പരാതി പറയുമായിരുന്നു. ആ പരാതിയൊക്കെ മാറിയോ? ആ പരാതിയൊക്കെ മാറി ആൻറ്റി. ഇന്ന് അറിഞ്ഞത് ഏട്ടത്തി അമ്മയാകാൻ പോകുന്ന വിവരം. അതുകൊണ്ട് നേരെ സ്വീറ്റ് മേടിച്ച് എല്ലാവർക്കും കൊടുത്ത് നേരെ ഇങ്ങോട്ടും പോന്നു. ഇവിടെ ഒരുത്തനുണ്ട് മോനെ, ഏത് നേരവും കല്യാണം കഴിക്കാൻ ഞങ്ങൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്ത് ചെയ്യാനാ, ആരും കല്യാണം കഴിക്കാൻ എല്ലാവരും കല്യാണം കഴിച്ചു പോകുമ്പോൾ അവന് കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ല. പെൺകുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കണമെന്നാ അവൻ പറയുന്നത്. എന്ത് ചെയ്യാനാ, നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് അല്ലേ? മോനൊന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്ക്. അതൊക്കെ ഞാൻ മനസ്സിലാക്കിക്കോളാം ആൻറ്റി ലഡ്ഡു കഴിക്കും. ഞാൻ ലഡ്ഡു കഴിക്കാം. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഈ സമയം നന്ദുവിൻ്റെ ഫോട്ടോസുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു നവീൻ. അപ്പോഴേക്കും അനി കയറി ചെന്നു. നീ ആയിരുന്നോ? ഞാൻ പേടിച്ചുപോയി. അല്ലടാ, എന്താ പതിവില്ലാതെ ലഡ്ഡുവായിട്ട്? അല്ല, കേസ് ജയിച്ചതിന് ഇപ്പോഴാണോടാ നീ ട്രീറ്റ് തരുന്നത്? ഇത് കേസ് ജയിച്ചതിൻ്റെ സന്തോഷത്തിന് അല്ലടാ. എൻ്റെ ഏട്ടത്തിയെ അമ്മയാകാൻ പോവാ, എൻ്റെ ഏട്ടൻ്റെ ഒരു അച്ഛനും. അതല്ല, ഡബിൾ സന്തോഷമാണല്ലോടാ. അത് നീ ഒരു ലഡ്ഡുവിൽ ഒതുക്കിയോ? ഇല്ല, പാർട്ടിയൊക്കെ തരാം. എന്തായാലും ഇപ്പം ഇത് കഴിക്കും. എടാ, എൻ്റെ ഏട്ടത്തി അമ്മയാകാൻ പോയപ്പോൾ നിന്റെ അമ്മയ്ക്ക് നല്ല സങ്കടം. കാരണം നിന്റെ അമ്മ പറയുക നിനക്കും ഒരു കുഞ്ഞുണ്ടായി കാണണമെന്ന്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്നൊരു കല്യാണം നടത്തറ. അത് കേട്ടതും എൻ്റെ അനി, കല്യാണത്തിനൊക്കെ സമ്മതിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? അതൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ അച്ഛനോട് പറയാനിരിക്കുക. അച്ഛൻ പുറത്തായതുകൊണ്ട് അവിടെ നിന്ന് 2-3 പെൺകുട്ടികളൊക്കെ ആലോചിച്ചു. അതൊന്നും ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എടാ, അങ്ങനെ പ്രേമിച്ച് കെട്ടുമ്പോഴും ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. കാരണമേ, നമ്മുടെ ജീവിതത്തിലേക്ക് പ്രേമിച്ച് കടന്നു വരുന്ന പെൺകുട്ടികൾ എങ്ങനെയുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടില്ലേ അനാമികയുടെ കാര്യം, അവളുടെ കയ്യിൽ നിന്ന് ഊരിപ്പോരാൻ ഞാൻ എന്തോരം പാടുപെട്ടോന്ന്. എടാ, നീ പേടിക്കണ്ട, അതൊക്കെ എത്രയും പെട്ടെന്ന് ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ ഇങ്ങ് നിൽക്കുക. അല്ലടാ, എന്തായാലും നീ ഒരു പെൺകുട്ടിയെ കണ്ടു വെച്ചോ. അല്ലടാ, നിന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാ? അതൊന്നും പറയാൻ സമയമായിട്ടില്ല, അതൊക്കെ പിന്നീട് പറയാം. എടാ, എന്നാലും നന്നായിട്ട് അന്വേഷിക്കണം കേട്ടോ. നന്നായിട്ട് അന്വേഷിച്ച് ഞാൻ അറിയുന്ന പെൺകുട്ടി തന്നെയാടാ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിനെ കുറിച്ചാണ് നവീൻ പറയുന്നതെന്നറിയാതെ നവീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയം എന്നാ നിന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാ? അതും ഇപ്പൊ പറയില്ല. എന്തായാലും അതിനൊക്കെയുള്ള സമയം വരട്ടെ എന്നും പറഞ്ഞ എന്നാ ശരിയാണ്, ഞാൻ പോട്ടെ. ശരി. ഈ സമയം നന്ദുവിനെയാണ് കാണിക്കുന്നത്. നാളെ കുടുംബ കോടതിയാ. എത്രയും പെട്ടെന്ന് കുടുംബ കോടതി പോയി അവളുമായിട്ടുള്ള ഡിവോഴ്സ് കിട്ടിയിരുന്നെങ്കിൽ വലിയൊരു തലവേദന ഒഴിഞ്ഞു പോയാനായിരുന്നു. അത് കേട്ടതും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കിട്ടില്ലടാ. ഇതിനി കുറച്ച് ദിവസം കോടതി ചുറ്റി നടക്കേണ്ടി വരും. അങ്ങനെയൊന്നും വേണ്ട, ആലോചിക്കാനുള്ള സമയമൊന്നും തരേണ്ട ആവശ്യമില്ല. അവൾ ചെയ്ത തെറ്റുകളൊക്കെ കോടതിയിൽ തെളിയിച്ചതല്ലേ, പിന്നെ അവർക്ക് പെട്ടെന്ന് തരാമല്ലോ. സാരമില്ലടാ, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപദേശിക്കുന്ന ലഡ്ഡു കഴിക്കും. നീ ഒരു ലഡ്ഡു കൂടെ കഴിക്കുന്നോ? മധുരമൊന്നും അത്രയും വേണ്ട. മധുരം വേണ്ടെങ്കിൽ വേണ്ട. അല്ല, ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കുമോ? അത് ഉറപ്പായിട്ടും കഴിക്കും എന്നും പറഞ്ഞ് നന്ദു. അത് കേട്ടതും ഒരു ലഡ്ഡു എടുത്ത് പകുതി കഴിക്കുക. എന്നിട്ട് നന്ദുവിനും കൊടുക്കുക. അപ്പം നന്ദു അത് മേടിച്ച് കഴിക്കുക. നന്ദു അത് മേടിച്ച് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നന്ദുവിൻ്റെ മനസ്സ് നിറയെ അനിയാണെന്നറിയാതെ, അനിയുടെ മനസ്സ് നിറയെ നന്ദുവാണെന്നറിയാതെ നവീൻ ആ ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. അതെ, നവീന് നന്ദുവിനെ ഇഷ്ടമായതുകൊണ്ട് ഇനി കനകയും ഗോവിന്ദനും നന്ദുവിനെ ആ കാര്യം പറഞ്ഞ്
എന്ന് ഒരുപാട് മനസ്സിനെ സങ്കടപ്പെടുത്തുമെന്നൊക്കെ അറിയണമെങ്കിൽ അനിയും നവീനും ശത്രുവാകുമെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വരും വീക്കെൻഡിലെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.